കുറച്ചുനാൾ മുമ്പത്തുള്ള കഥയാണ്. രാംഗഡ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് ഭയങ്കര പിശുക്കിയായിരുന്നു. ഇപ്പൊ നമ്മുടെ രണ്ടു മക്കളും വളർന്നിരിക്കുന്നു. അവർ വലിയവരായി. അജയ് മോനെ കല്യാണം കഴിക്കാനായി. നിങ്ങൾ കൊള്ളാലോ മനുഷ്യ. രണ്ടുപേരെ കല്യാണം കഴിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിന് നല്ല ചെലവാകുന്നേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ നിന്നും ആരെങ്കിലും ഒരാളെ വിവാഹം ചെയ്യിപ്പിക്കാം. രണ്ടുപേർക്കും ഒരു ഭാര്യ മതി. നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? എന്റെ പൊന്നു മനുഷ്യ, കല്യാണം ചെയ്യുന്ന എന്തിനാ? വീട്ടിലെ ജോലിയൊക്കെ നോക്കി നടത്തിക്കൊണ്ട് പോണം. അതിനിപ്പോ രണ്ടുപേരും കൂടെ ഒരാളെ കല്യാണം കഴിച്ചാ പോരെ? അതാവുമ്പോ രണ്ടുപേരുടെ കാര്യം നോക്കി നടത്താൻ ഒരാള് മതി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആരാധ്യ എന്ന പെൺകുട്ടിയുമായി രണ്ട് മക്കളുടെ കല്യാണം അവൾ നടത്തും. അവളുടെ ആദ്യത്തെ ദിവസം അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുകയായിരുന്നു. എന്റെ മരുമകള് എന്തുണ്ടാക്കാൻ പോവാ? അമ്മായി, ഇന്ന് എന്റെ ആദ്യത്തെ ദിവസമല്ലേ ഇവിടെ. ഞാൻ പായസവും ക്യാരറ്റ് ഹൽവയും ഉണ്ടാക്കുവാ. അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒന്നിലെ പായസം ഉണ്ടാക്ക്, ഇല്ലേ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാ മതി. അത് നല്ല കാര്യ അമ്മായി, അധികം കഷ്ടപ്പെടണ്ടല്ലോ. എന്നാ രണ്ട് ക്യാരറ്റ് വെച്ച് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്ക്. നിൽക്ക്, ഞാൻ നിനക്ക് പാലും കൊണ്ടുതരാം. അമ്മായി നേരെ ചെറിയ ഗ്ലാസ്സിൽ പാലെടുത്തോണ്ട് വന്ന് വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചു. എന്നിട്ടതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു. ഇന്നാ പാല്, ഇതിലധികം പഞ്ചാര ഇടല്ലേ. ഇന്നാ എന്റെ അടുത്ത് മുട്ടായി ഇരിപ്പുണ്ടെന്നാ, അപ്പുറത്തെ പിള്ളേരുടെ നിന്ന് എടുത്തതാ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിട്ടാല്. ആരാധ്യയുടെ അമ്മായിയമ്മ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി. പക്ഷെ അപ്പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കി, ഇനി മരുമകളെങ്ങാനാ കൂടുതലെന്തെങ്കിലും ചെയ്താലോ? എന്റെ അമ്മായി ഇത്തിരി പിശുക്കിയാണല്ലോ. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് നല്ലതാ. അധികം ഭക്ഷണം ഉണ്ടാക്കി സമയം കളയണ്ടല്ലോ. അങ്ങനെ ആരാധ്യ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി വീട്ടുകാർക്കൊക്കെ വിളമ്പിക്കൊടുത്തു. എല്ലാരും ഡൈനിങ് ടേബിളിലായിരുന്നു. വിജയ്, ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്യാരറ്റ് ഹൽവ നീ നന്നായിട്ടാണല്ലോ ഉണ്ടാക്കിയത്. ഇതില് പാല് കുറവാണ്, മധുരം ആവശ്യത്തിനാണ്. അത്ഭുതമായിരിക്കുന്നു. ഇത് രണ്ടുപേരും എങ്ങനെ ഉണ്ടാക്കി? എനിക്ക് ചെറുപ്പം തൊട്ടേ ആഹാരം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണച്ചാ. സാധനങ്ങൾ എത്രയുണ്ടോ അത് വെച്ച് സ്വാദിഷ്ടമായ ആഹാരം ഉണ്ടാക്കും. എല്ലാരും ഹൽവ കഴിച്ചു. പക്ഷെ ആരാധ്യക്ക് ഇല്ലായിരുന്നു. ഇത് കുഴപ്പമില്ല, ഇതെന്റെ ഒരു ചെറിയ ടെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും അമ്മായി എന്നോട് ഇച്ചിരി ഹൽവ ഉണ്ടാക്കാൻ പറഞ്ഞേ. വൈകുന്നേരമായപ്പോ രാത്രിയിലെ ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്തും അമ്മായി അടുക്കളയിലോട്ട് വീണ്ടും വന്നു. ഇനി എന്തുണ്ടാക്കാൻ പോണത് മോളെ? അമ്മായി, അത് പിന്നെ ഞാൻ അമ്മായിനെ കാത്തു നിൽക്കുമായിരുന്നു. നിനക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇന്നാ 2 ഉരുളക്കിഴങ്ങ്, പാതി സവാള, ഒരു തക്കാളി, ഗോതമ്പ് പൊടി. ഇതിലെന്തുണ്ടാക്കാൻ പറ്റുമോ അത് ഉണ്ടാക്ക്. ആരാധ്യ ഭക്ഷണം വെച്ചു. എല്ലാരും അത് കഴിക്കുകയും ചെയ്തു. പക്ഷെ ആരാധ്യക്ക് അടുക്കളയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മായി, എനിക്കൊന്നും ഇല്ലല്ലോ കഴിക്കാൻ. ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കാം. അതെ, എന്റെ അടുത്ത് ഒരു ചപ്പാത്തിയും ഇത്തിരി കറിയുമുണ്ട്. ഇത് കഴിച്ചിട്ട് ഉറങ്ങിക്കോ. അമ്മായി, എനിക്ക് ഒരെണ്ണം കഴിച്ച വയറൊന്നും അറിയൂല. ചാവാതിരിക്കാനേ ഒരു ചപ്പാത്തിയൊക്കെ മതി. അന്നത്തെ ദിവസം ആരാധ്യ ഒരു ചപ്പാത്തിയും കറിയും കഴിച്ചിട്ട് കിടന്നു. ആരാധ്യക്ക് അവിടെ ഒരു മുറി കിട്ടിയിരുന്നു. അവിടെ ഒറ്റയ്ക്കാണ് അവൾ കിടക്കുന്നത്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് ശരിക്കും ഒരു വീട് തന്നെയാണോ? 2 ആൺമക്കളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു. എന്നിട്ടിതാ എന്നെ ഒറ്റയ്ക്ക് കിടത്തിയിരിക്കുന്നു. അല്ല, എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വേലക്കാരിയായിട്ടാണോ? അടുത്ത ദിവസം രാവിലെ അവൾ എണീറ്റപ്പോഴേക്കും അവൾ ബാത്റൂമിൽ ചെന്നപ്പോ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. അമ്മായി, ബാത്റൂമിൽ വെള്ളം വരുന്നില്ലല്ലോ. എന്റെ ബാത്റൂമിൽ പോക്കോ, അവിടെ ഒരു ബക്കറ്റ് വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്റെ ബാത്റൂമിലെ വെള്ളം ഞാനാ നിർത്തിച്ചത്. ആരാധ്യ അമ്മായിയുടെ ബാത്റൂമിലോട്ട് പോയപ്പോ അര ബക്കറ്റ് വെള്ളമാണ് അവള് കണ്ടത്. ആ പാതി ബക്കറ്റ് എടുത്തോണ്ട് അവളുടെ ബാത്റൂമിലേക്ക് വന്നു. അമ്മായി വല്ലാണ്ട് പിശുക്കിയാണല്ലോ. ഈ പിശുക്ക് മുഴുവൻ എന്റെ അടുത്താണ് കൂടുതൽ കാണിക്കുന്നത്. ആരാധ്യയുടെ അമ്മായി അവളോട് ഭയങ്കരമായി പിശുക്ക് കാണിക്കുമായിരുന്നു. അവൾക്ക് മര്യാദയ്ക്ക് ആഹാരം പോലും കൊടുക്കില്ല. കുളിക്കാനും വെള്ളമില്ല. കുറെ മാസങ്ങൾ അങ്ങനെ പോയി. വിജയ്, നമുക്ക് രണ്ടുപേർക്കൊന്ന് പാർട്ടിക്ക് പോവാം. എല്ലാവരും അവരവരുടെ ഭാര്യമാരെ കൊണ്ടാ പോകുന്നത്. അജയും വിജയ് ആരാധ്യനെ വിളിച്ചു. നേരെ ചൊവ്വ ആഹാരം കിട്ടാത്തതുകൊണ്ട് തന്നെ അവള് ഭയങ്കരമായി ക്ഷീണിച്ചു പോയി. ആരാധ്യ, പാർട്ടിക്ക് പോകാനായിട്ട് പെട്ടെന്ന് തയ്യാറായിക്കോ. കുറച്ചേരം കഴിഞ്ഞപ്പോ ആരാധ്യ ഒരുങ്ങി വന്നു. ആരാധ്യ, പാർട്ടി എന്ന് കേട്ടതും ലോകത്തിലെ എല്ലാ പെൺകുട്ടികളും മണിക്കൂറുകളോളം മേക്കപ്പ് ചെയ്യും. നീ ഡ്രസ്സ് മാത്രല്ലേ മാറ്റിയുള്ളൂ, മേക്കപ്പ് ചെയ്തില്ലേ? ഞാൻ നിങ്ങളോട് എന്ത് പറയാനാ? അമ്മായി മേക്കപ്പ് എന്ന് പറഞ്ഞ ആകെ തന്നത് ഒരു പൗഡറാ. അതും തേച്ചിട്ട് ഞാനങ്ങ് വന്നു. അമ്മ ഇപ്പൊ മേക്കപ്പിലും പിശുക്ക് കാണിക്കാൻ തുടങ്ങി. അമ്മയോടൊന്നും പറയാനില്ല. നീ എന്തായാലും വാ. അജയും വിജയും ഭാര്യയും കൊണ്ട് പാർട്ടിയിലെത്തി. എന്തൊക്കെയുണ്ട് അജയ്? പുള്ളിക്കാരി വല്ലാതെ മെലിഞ്ഞിട്ടാണല്ലോ. അല്ല, നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയൊന്നും ചെയ്യുന്നില്ലേ? അങ്ങനെയൊന്നും ഇല്ല. ജീവിച്ചിരിക്കാനുള്ള ഭക്ഷണമൊക്കെ എന്റെ അമ്മായി എനിക്ക് തരാറുണ്ട്. എന്താ വിജയ്, ചേട്ടൻ സ്വന്തം ഭാര്യയും കൊണ്ട് വന്നിട്ടും നീ നിന്റെ ഭാര്യയെ കൊണ്ടുവന്നില്ലേ? ഈ അടുത്ത് നിൽക്കുന്നത് എന്റെ ഭാര്യയാണ്. അല്ല, ഇത് അപ്പൊ അജയ് ചേട്ടന്റെ ഭാര്യയല്ലേ? ആരാധ്യ രണ്ടുപേരുടെയും ഭാര്യയാണ്. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാരും അവരെ കളിയാക്കാൻ തുടങ്ങി.
അതുകൊണ്ട് തന്നെ അജയും വിജയും അവളെയും കൊണ്ട് തിരിച്ചു വീട്ടിൽ വന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും അവള് തലയിറങ്ങി വീണു. അമ്മേ, അച്ഛാ, ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ? ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ടർ വന്നാലേ നല്ല ഫീസ് വാങ്ങും. നീ ഒരു കാര്യം ചെയ്യ്, ഒരു കമ്പൗണ്ടറിനെ അങ്ങ് വിളിക്ക്. ആ സമയത്ത് അവളുടെ അമ്മയച്ഛൻ അവിടെ വന്നു. നീ മരുമകളോടൊപ്പം അടുക്കളയിൽ പിശുക്ക് കാണിച്ചു, വെള്ളം കുടിക്കുന്നതിൽ പിശുക്ക് കാണിച്ചു, എല്ലാ സാധനങ്ങളിലും പിശുക്ക് കാണിച്ചു. അതൊക്കെ പോട്ടേന്ന് വെക്കാം, പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തിനാ പിശുക്ക് കാണിച്ചത്? മോനെ, പെട്ടെന്ന് ഡോക്ടറെ വിളിക്കേ. കുറച്ചു സമയത്തിനുള്ളിൽ ഡോക്ടർ വരും. നിങ്ങളുടെ മരുമകൾക്ക് നല്ല പനിയുണ്ട്, പക്ഷെ എന്താ ഇങ്ങനെ? ഇവരുടെ ശരീരം വളരെ ശോഷിച്ചിരിക്കുന്നല്ലോ. നിങ്ങൾ മരുമകൾക്കൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ? ഡോക്ടർ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഡോക്ടർ അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തു, കുറച്ച് മരുന്നുകളും കൊടുത്ത് അവിടെ നിന്ന് പോയി. ആരാധ്യയ്ക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടായി തുടങ്ങി. അവൾ കട്ടിലിൽ നിന്ന് എണീക്കുമ്പോഴേക്കും തല കറങ്ങിയ കട്ടിലിൽ വീഴും. എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ ഭക്ഷണം കൂടുതൽ കൊടുക്കണം. ഒരാഴ്ചയായിട്ട് കട്ടിലിൽ തന്നെ കിടപ്പാണ്. ഇത് കാരണം എന്റെ പിള്ളേർക്ക് ഭക്ഷണവും കിട്ടുന്നില്ല, ഞങ്ങൾക്കും ചായ ഒന്നും കിട്ടുന്നില്ലല്ലോ. ആരാധ്യയില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം മുടങ്ങിക്കിടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മായി നേരെ അവക്ക് ജ്യൂസും ആഹാരവും ഒക്കെ കൊടുക്കുമായിരുന്നു. 15 ദിവസം നന്നായി ഭക്ഷണം കഴിച്ചപ്പോഴേക്കും ആരാധ്യ പൂർണ്ണ രീതിയിൽ ആരോഗ്യം വീണ്ടും കിട്ടി. മോളെ, ഇനി തൊട്ട് ഞാൻ നിന്റെ അടുത്ത് ഒരു പിശുക്കും കാണിക്കില്ലാട്ടോ. കാരണം നിനക്ക് എന്തേലും സംഭവിച്ചു പോയാൽ എല്ലാരും എന്നല്ലേ പറയൂ. ആ സമയത്ത് അജയ് വിജയുടെ കൂട്ടുകാര് പോലീസിനെയും കൊണ്ട് അവിടെ എത്തി. നോക്കൂ, ഞാനൊരു ന്യൂസ് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ഒരു പെൺകുട്ടിയെ കൊണ്ട് നിങ്ങളുടെ ആൺമക്കളെ കല്യാണം കഴിപ്പിച്ചു. ഇത് വളരെ കുറ്റകരമാണ്. അജയ് വിജയ്ക്ക് എല്ലാ കാര്യം മനസ്സിലായി. ഇൻസ്പെക്ടർ സാറേ, എന്റെ തെറ്റ് തന്നെയാ. ഞാൻ കരുതി എന്തിനാ 2 പിള്ളേരെയും കല്യാണം കഴിപ്പിക്കുന്നത്? ചെലവ് കൂടില്ലേ? പിന്നെ എല്ലാ ജോലികളും ചെയ്യാൻ ഒരാള് പോരെ, എന്തിനാ 2 പേര്? മരുമകൾ ജോലിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നിങ്ങൾ ഈ വീട്ടിൽ വന്ന സമയത്ത് നിങ്ങൾ ജോലിക്ക് വേണ്ടി മാത്രം വന്നതാണോ? അങ്ങനെ ജോലിക്ക് വേണ്ടി മാത്രം വന്നതാണെങ്കിൽ നിങ്ങൾക്ക് 2 പിള്ളേരുണ്ടാവില്ലല്ലോ. ഒരു മുറിക്കകത്ത് 2 സഹോദരന്മാരും ഒരു ഭാര്യയും. എന്തൊരു മോശമാണ് ഈ കാര്യങ്ങൾ. അയ്യോ, അങ്ങനെയല്ല സാറേ. മരുമകൾക്ക് വേറെ റൂമാ കൊടുത്തിരിക്കുന്നേ. അവൾ ഇതുവരെ ഞങ്ങളുടെ മക്കളുടെ കൂടെ കിടന്നിട്ടില്ല കേട്ടോ. ഇൻസ്പെക്ടർ സാർ, അമ്മായി പറയുന്നത് ശരിയാണ്. ഇതുപോലത്തെ കല്യാണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. അങ്ങനെ ആരാധ്യനെ അജയനെ കൊണ്ട് കെട്ടിപ്പിച്ച് 2 പേരും ഒരു മുറിയിൽ കിടക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം അവളുടെ അമ്മായി ഉണ്ടായിരുന്ന പിശുക്കൊക്കെ അങ്ങ് നിർത്തി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വിജയുടെ കല്യാണം വേറൊരു പെൺകുട്ടിയുമായി നടത്തി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഊർമിളയ്ക്ക് 3 മരുമക്കൾ ഉണ്ടായിരുന്നു. അവരുടെ 2 മരുമക്കളും സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു. പക്ഷെ ഒരു മരുമകൾ വളരെ പാവപ്പെട്ട കുടുംബത്തിലും. ഇതുകാരണം അവൾക്ക് അമ്മായിയമ്മയുടേത് മാത്രമല്ല 2 സമ്പന്നരായ മരുമക്കളുടെയും ശകാരം കേൾക്കണമായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ പാവപ്പെട്ട മരുമകൾ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു. സോനാൽ മരുമകളെ, ഓ സോനാൽ, ഈ സോനാൽ, നീ എവിടെ പോയി ചത്തുകിടക്കുന്നു? വരുന്നു അമ്മേ. കയ്യിൽ ചായയും എടുത്ത് സോനാൽ ഹാളിലേക്ക് വരുന്നു. ഇതാ അമ്മേ ചായ. എന്താ എന്റെ പാവപ്പെട്ട മരുമകളെ, ചായ ഉണ്ടാക്കുകയായിരുന്നോ അതോ ബീർബലിന്റെ കിച്ചടി? അമ്മേ, വീട്ടിലെയും പുറത്തുമുള്ള പണികൾ ഒരുപാടുണ്ട്. ദിവസവും പാവയെ പോലെ നൃത്തം ചെയ്യുകയാണ്. എന്റെ കാലത്ത് ഒരു വേലക്കാരി തനിച്ചാണ് വീട്ടിലെ പണികളെല്ലാം നൃത്തം ചെയ്തുകൊണ്ട് ചെയ്തിരുന്നത്. നിനക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? മറ്റ് 2 മരുമക്കൾക്കും ചായ നിന്റെ അച്ഛൻ കൊണ്ടുവന്ന് കൊടുക്കുമോ? അമ്മേ, 2 അനിയന്റെ ഭാര്യമാർക്കും അവരുടെ കൈയും കാലും ഉണ്ടല്ലോ. നിന്റെ കൈക്കും കാലിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മിണ്ടാതെ പോയി ചായ എടുത്തുകൊണ്ട് വാ. ശരി അമ്മേ. അമ്മായിയമ്മയുടെ സംസാരം കേട്ട് സോനാൽ അടുക്കളയിൽ വരുന്നു. എന്തിനാണ് അമ്മായിയമ്മ എന്നോടിങ്ങനെ മോശമായി പെരുമാറുന്നത്? ഞാൻ ഈ വീട്ടിലെ മരുമകളല്ല, വേലക്കാരിയാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ലോകത്ത് ആരും ഇങ്ങനെ മോശമായി പെരുമാറില്ല. ഈ 2 പൂമ്പാറ്റകളും അമ്മയോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയില്ല. അമ്മ അവരുടെ ഗുണങ്ങളാണ് പറയുന്നത്. നമ്മുടെ ദാരിദ്ര്യത്തിനെ പരിഹസിക്കുന്നതിനുള്ള ഒരു അവസരം പോലും വെറുതെ കളയുന്നുമില്ല. വിട്ടുകള. ഇങ്ങനെ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പാവപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കാൻ ആരുമില്ല. പാവപ്പെട്ട മരുമകളുടെ നിസ്സഹായ അവസ്ഥ അവളുടെ വാക്കുകളിൽ നിന്നും ശരിക്കും വ്യക്തമാകുന്നുണ്ടായിരുന്നു. പാവപ്പെട്ട മരുമകളുടെ അവസ്ഥ വേലക്കാരിയുടേതിലും കഷ്ടമായിരുന്നു. 2 മരുമക്കളും എപ്പോഴും അവളോട് ആജ്ഞാപിച്ചുകൊണ്ടിരുന്നു. സമയം കടന്നുപോയപ്പോൾ തണുപ്പിന്റെ ആരംഭവും വന്നു. ഹാളിൽ ഇരിക്കുകയായിരുന്ന ഊർമിളയുടെ 2 സമ്പന്നരായ മരുമക്കളും പറഞ്ഞു, അമ്മായിയമ്മേ, തണുപ്പുകാലം വന്നു. അതുകൊണ്ട് ഞാൻ ഡാഡിയോട് പറഞ്ഞ് 4 പേർക്കും ഹീറ്റർ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനെന്നാൽ നമുക്ക് 4 പേർക്കും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാം. അമ്മേ, ഇന്നലെ ഞാനും കുറെ ഷോപ്പിംഗ് ചെയ്തു. ഇത് നോക്കൂ, താങ്കൾക്ക് വേണ്ടി മാത്രം കമ്പിളിയുടെ ഷോൾ വാങ്ങിയിട്ടുണ്ട്. സമ്മാനം തരാൻ നിങ്ങൾ 2 മരുമക്കൾക്ക് മാത്രമേ കഴിയൂ.
ഞാനും നിങ്ങൾ രണ്ടുപേർക്കും കൂടി പുതിയ പുതപ്പ് വാങ്ങിയിട്ടുണ്ട്. അമ്മേ, ഇതിന്റെ ആവശ്യം എന്താണ്? എന്താ ആവശ്യമില്ലേ? നിങ്ങളുടെ മുറിയിലെ പുതപ്പ് നേരിയതാണ്. എന്റെ മരുമക്കൾ രാത്രി മുഴുവൻ തണുപ്പിൽ വിറയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പുതപ്പുണ്ടാക്കി. പിന്നെ നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് പൈസയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? അപ്പോൾ സോനാൽ ഊർമിളയോട് പറയുന്നു, അമ്മേ, താങ്കൾ അനിയന്റെ ഭാര്യമാർക്ക് പുതപ്പുണ്ടാക്കി കൊടുക്കുന്നെങ്കിൽ എനിക്കും തന്നുകൂടായിരുന്നോ? വാർത്തയിൽ കേട്ടിരുന്നു ഈ വർഷം കൊടും തണുപ്പാണെന്ന്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഈ മെലിഞ്ഞ നേരിയ കമ്പിളി കൊണ്ട് എന്തു ചെയ്യും? എന്താ എന്റെ പാവപ്പെട്ട മരുമകളെ, ഊർമിളയുടെ അടുത്ത് പണം കായ്ക്കുന്ന മരമുണ്ടോ? ഇപ്പോൾ എന്റെ കയ്യിലൊന്നുമില്ല. എപ്പോഴെങ്കിലും പൈസയുണ്ടായാൽ അപ്പോൾ നോക്കാം. അല്ല അമ്മേ, കുറച്ചു മുമ്പ് താങ്കൾ പറയുന്നുണ്ടായിരുന്നു താങ്കളുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടെന്ന്. ഊർമിളയുടെ ദേഷ്യം കണ്ട് രണ്ട് പണക്കാരായ മരുമക്കളും അവസരം മുതലാക്കി എരിവ് കയറ്റാൻ തുടങ്ങുന്നു. ഇതിനർത്ഥം നമ്മുടെ ഈ പാവപ്പെട്ട ഏട്ടത്തി തക്കം നോക്കിയിരിക്കുകയാണെന്നാണ്. എല്ലാ കാര്യത്തിനും നമ്മളോട് മത്സരിക്കുന്നത് അത്യാവശ്യമാണോ ഏട്ടത്തി? ഉർവശി, നീ സെലിബ്രിറ്റി ഒന്നുമല്ല. ഞാൻ നിന്നെ അനുകരിക്കാൻ. കണ്ടോ അമ്മേ, നമ്മുടെ ഈ പാവപ്പെട്ട ഏട്ടത്തി ദേഷ്യം ആരോടാണ് തീർക്കുന്നതെന്ന്? താനിയ മരുമോളെ, നീ പറഞ്ഞത് ശരിയാണ്. എച്ചിൽ പാത്രം കഴുകാൻ നമ്മുടെ പാവപ്പെട്ട മരുമകൾക്ക് കഴിയില്ലല്ലോ. പക്ഷേ സംസാരിക്കാൻ അവൾ നല്ല മിടുക്കിയാണ്. ഇത്രയും പറഞ്ഞ് ഊർമിള പോകുന്നു. പിന്നെ താനെ പറയുന്നു, നമ്മുടെ അമ്മായിയമ്മയുടെ പാവപ്പെട്ട മരുമകളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ ഒരിക്കലും നമ്മുടെ കൂടെ എത്താൻ പറ്റില്ല. നമ്മുടെ ഭാഗ്യം കോഹിന്നൂർ രത്നം പോലെയാണ്. നിങ്ങളോ ആ പാവപ്പെട്ടവന്റെ അഴുക്കുചാൽ പോലെ. അതിനെ കണ്ട് ആളുകൾ മൂക്കുപൊത്തും. അങ്ങനെ കുറെ ആഴ്ചകൾ കടന്നുപോകുന്നു. അതിന്റെ കൂടെ തന്നെ തണുപ്പും കൂടിക്കൂടി വരുന്നു. അവിടെ ഒരു ഭാഗത്ത് പണക്കാരായ മരുമക്കൾ നല്ല ബെഡിൽ നല്ല കട്ടിയുള്ള പുതപ്പ് മൂടി എൻജോയ് ചെയ്ത് ഉറങ്ങുകയായിരുന്നു. പാവപ്പെട്ട മരുമകൾ രാത്രി മുഴുവൻ ആ മെലിഞ്ഞ നേരിയ കമ്പിളി പുതയ്ക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ സോനാൽ പിന്നെയും ജോലി തുടങ്ങുന്നു. അതിനുശേഷം അവൾ പാത്രം കഴുകാനായി കിച്ചണിൽ പോയപ്പോൾ തണുത്ത വെള്ളം കൊണ്ട് അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം അവൾ തന്റെ അമ്മായിയമ്മയുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ ഊർമിള റൂം ഹീറ്റർ ഓൺ ചെയ്ത് പുതപ്പിനുള്ളിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഊർമിള സൊനാലിനോട് പറഞ്ഞു, ഓ മരുമകളെ, ഇവിടെയും അവിടെയും എന്താണ്? എന്റെ മുറിയിൽ നിന്ന് മോഷ്ടിക്കാനുള്ള വിചാരമാണോ? അമ്മേ, ഞാൻ വെള്ളം ചൂടാക്കാനുള്ള മെഷീൻ അന്വേഷിക്കുകയാണ്. കിച്ചണിലെ പൈപ്പിൽ നിന്നും നല്ല തണുപ്പുള്ള വെള്ളമാണ് വരുന്നത്. തണുത്ത വെള്ളത്തിൽ കൈ മരവിച്ചു പോവുകയാണ്. ശരി, ഇനി മഹാറാണിക്ക് പാത്രം കഴുകാൻ ചൂടുവെള്ളം വേണം. വൈദ്യുതി ബില്ല് നിന്റെ അച്ഛൻ വന്നടയ്ക്കുമോ? ഒരു മെഷീനും കിട്ടില്ല. പണിയെടുക്കാനുള്ള മടി കളഞ്ഞ് വേഗം പാത്രം കഴുകിക്കോ നീ. ഇതിനുശേഷം കടുത്ത വാക്കുകൾ കൊണ്ട് ഊർമിള പിന്നെയും എന്തൊക്കെയോ പറയുന്നു. പാവപ്പെട്ട മരുമകൾക്ക് കൊടും തണുപ്പിലും തണുത്ത വെള്ളത്തിൽ പണിയെടുക്കേണ്ടതായി വരുന്നു. സൊണാലിന്റെ കയ്യിൽ സ്വെറ്ററോ ഷോളോ ഒന്നുമില്ലായിരുന്നു. എന്നിട്ടും സൊണാലിനെ ഊർമിള മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞയക്കുന്നു. പക്ഷേ ഒരു ദിവസം ഊർമിളയ്ക്ക് സുഖമില്ലാതാകുന്നു. അവർ മൂളുന്ന ഒച്ചകെട്ട് പാവപ്പെട്ട മരുമകൾ വേഗം അവരുടെ മുറിയിലേക്ക് പോകുന്നു. അമ്മേ, എന്താണ് പറ്റിയത്? താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ, താങ്കൾക്ക് നല്ല പനിയുണ്ട്. അമ്മേ, ഞാനിപ്പോൾ വരാം. ഇതിനുശേഷം സോനാൽ കിച്ചണിൽ പോയി കാപ്പി ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. പിന്നെ ഊർമിളയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്നു. പിന്നെ ഊർമിളയ്ക്ക് നെറ്റിയിൽ തണുത്ത വെള്ളത്തിലെ തുണി വെക്കാൻ തുടങ്ങുന്നു. സോനാൽ അവരുടെ കൈയും കാലും തിരുമ്മിക്കൊടുക്കുന്നു. രാത്രി മുഴുവൻ സോനാൽ ഉറങ്ങാതെ തന്റെ അമ്മായിയമ്മയെ ശുശ്രൂഷിക്കുന്നു. അടുത്ത ദിവസം രണ്ട് മരുമക്കളും തങ്ങളുടെ അമ്മായിയമ്മയുടെ മുറിയിൽ വരുന്നു. ഗുഡ് മോർണിംഗ് അമ്മായിയമ്മേ. ഗുഡ് മോർണിംഗ് അമ്മായിയമ്മേ, എന്താ പറ്റിയത്? താങ്കളുടെ മുഖം രോഗിയെ പോലെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് ഇന്നലെ രാത്രി സുഖമില്ലായിരുന്നു. അവർക്ക് നല്ല പനിയുണ്ടായിരുന്നു. ഉർവശി, വരൂ, ഇവിടെ നിന്നും പോകാം. ഇതിനുശേഷം അവർ പണക്കാരായ മരുമക്കൾ അവിടെ നിന്നും പോകുന്നു. പിന്നെ ഊർമിളയ്ക്ക് അവരുടെ നാട്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. എനിക്ക് തോന്നി നിങ്ങൾ രണ്ടുപേരും എന്റെ അസുഖം അന്വേഷിക്കാൻ വന്നതാണെന്ന്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തനിനിറം കാണിച്ചു. സോനാൽ, എന്നോട് ക്ഷമിക്കൂ. പിന്നെ നിന്റെ ദാരിദ്ര്യത്തെ പരിഹസിച്ചു. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഈശ്വരൻ എനിക്ക് ഈ അവസ്ഥ തന്നത്. അമ്മേ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചിന്തിച്ച് സങ്കടപ്പെടേണ്ട. കഴിഞ്ഞതെല്ലാം മറന്നേക്കൂ. അമ്മായിയമ്മയുടെ പെരുമാറ്റം കണ്ട് താനിയുടെയും ഉർവശിയുടെയും തല നാണം കെട്ട് കുനിയുന്നു. പിന്നെ അവർ പറയുന്നു, ഏട്ടത്തി, നമ്മളോട് ക്ഷമിച്ചാലും നമ്മൾ താങ്കളെ ശകാരിച്ചു. താങ്കളുടെ ദാരിദ്ര്യത്തെ കളിയാക്കി. ഏട്ടത്തി, നമ്മൾ രണ്ടുപേരോടും ക്ഷമിക്കൂ. അങ്ങനെ പറയരുത്. ഞാൻ എപ്പോഴും നിങ്ങളെ എന്റെ സഹോദരിമാരായാണ് കണ്ടത്. പിന്നെ അവർ മൂന്നുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. പിന്നെ ഇതിനുശേഷം എല്ലാ പണികളും ഒരുമിച്ച് ചെയ്യുന്നു. Thanks for watching.